നിലമ്പൂരിലേക്ക് തിരിച്ചു പോകുന്നു. ചന്തക്കുന്നിൽ പ്രകടനം തുടങ്ങാൻ പോകുന്നു. PV അൻവർ സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. JPPM-ന്റെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കാൻ പോകുന്നത് PV അൻവർ. അർജുൻ കല്യാൺ സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു. ആവേശം കൂടുകയാണോ ചന്തക്കുന്നിൽ? തീർച്ചയായിട്ടും നിലമ്പൂരിൽ TMC സ്ഥാനാർത്ഥി PV അൻവർ ഇപ്പോൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം യാത്രയാകും. ഇപ്പോഴെന്തായാലും അദ്ദേഹം വാഹനത്തിലേക്ക് കയറുകയാണ്. അധികം താമസമില്ലാതെ തന്നെ വലിയ ആവേശത്തിൽ ഈ പ്രകടനം, അല്ലെങ്കിൽ ഇതൊരു വലിയ മുന്നേറ്റമായി മാറും. അൻവർ ഇപ്പോൾ വാഹനത്തിൽ കയറിയിരിക്കുന്നു. പ്രകടനം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു ബദൽ മുന്നണി എന്ന രീതിയിൽ രൂപീകരിച്ചു. ഇടത് വലത് മുന്നണികൾക്കെതിരെ ജനകീയ വിഷയങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മുന്നണിയായാണ് അൻവറിൻ്റെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എന്തായാലും അൻവറിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള പ്രകടനം അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കും. മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഇവിടെയുള്ള പ്രവർത്തകർ അൻവറിനെ വരവേറ്റത്. വലിയ വിവാദങ്ങൾക്കും വലിയ പ്രഖ്യാപനങ്ങൾക്കുമൊക്കെ ശേഷം അൻവർ സ്ഥാനാർത്ഥിയായി വരുന്നു. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിനൊക്കെ ഒടുവിൽ ഒരു നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് അൻവർ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതും. ഇപ്പോൾ സമയത്തിനകം തന്നെ ഇവിടെ അർജുൻ കല്യാൺ ഇപ്പോൾ ഈ സ്വീകരണത്തിൽ കഴുത്തിലണിയിക്കുന്ന ഷാളുകളുടെ നിറവും പ്രധാനമാണ്. അതിൽ ത്രിവർണ്ണ ഷാളുകളുണ്ട്, ചുവന്ന ഷാളുകളുണ്ട്, തൃണമൂൽ ഷാളുകളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സ്ഥാനാർത്ഥിയായി മാറുകയാണോ? സാധാരണക്കാരായ ഒരുപാട് പേർ പാർട്ടിക്ക് അതീതമായി തനിക്കൊപ്പമുണ്ടെന്ന് അൻവർ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. കഴുത്തിലെ ഷാളുകൾ അതിന്റെ ഒരു പ്രതീകമാണോ? PV അൻവർ സംസാരിക്കുന്നു. അതിലേക്ക് പ്രിയപ്പെട്ട ഈ അങ്ങാടിയിലെ ജീവിതം രണ്ടറ്റം പൊട്ടിക്കാൻ കഷ്ടപ്പെടുന്ന, ഈ അങ്ങാടിയിൽ ചരക്കുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ചുവട്ട് തൊഴിലാളികളെ, പ്രിയപ്പെട്ട പ്രവാസികളെ, ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിൻ്റെ എല്ലാമായ എൻ്റെ യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്. ഇങ്ങനെ ഒരു വേഷം ഈ തിരഞ്ഞെടുപ്പിൽ കെട്ടേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. നിങ്ങളെന്നെ തെരഞ്ഞെടുത്തയച്ചത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ 8.5 വർഷം വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. 2016 ഈ മണ്ഡലത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഈ മണ്ഡലത്തിൽ 1 കിലോമീറ്റർ പോലും BMBC റോഡ് ഉണ്ടായിരുന്നില്ല. ഈ മണ്ഡലം മുഴുവൻ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒട്ടനവധി റോഡുകൾ വലിയ രീതിയിൽ നമ്മൾ വികസിപ്പിച്ചെടുത്തു. മാനവേദൻ ഹൈസ്കൂളിൽ 27 കോടി രൂപ മുടക്കി ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കളിക്കാനും കുളിക്കാനും സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി. പൊളിഞ്ഞു വീഴാറായിരുന്ന എത്രയോ സ്കൂളുകൾക്ക് നമ്മൾ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു. ഈ നാട്ടിലെ MLA ഫണ്ട് മുഴുവനും ഈ നാട്ടിലെ സാധുക്കൾക്ക് നേരിട്ട് ഉപകാരപ്പെടുന്ന ആശുപത്രികളിലും സ്കൂളുകളിലും ജീവിതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ആശ്രയം നൽകാനുള്ള ഓട്ടിസം സെന്ററുകളും നമ്മൾ ഇവിടെ നിർമ്മിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നാട്ടുകാർ കേട്ടിട്ടില്ലാത്ത CHCയിൽ ആദ്യമായി സർക്കാരിന് ഒരു പൈസ മുടക്കാതെ ഡയാലിസിസ് സെന്റർ തുടങ്ങിയത് നമ്മളാണ്.